isometric view, isometric projection, perspective projection, position, solid simple position correct ആയിട്ട് വരച്ചില്ലെങ്കിൽ ഇനിയുള്ള ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഇനി ബാക്കിയുള്ള 4 മൊഡ്യൂൾസ് അതായത് സെക്കൻഡ് മൊഡ്യൂളായ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്, തേർഡ് മൊഡ്യൂളായുള്ള സെക്ഷൻ ഓഫ് സോളിഡ്സ്, ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സ്, ഫോർത്ത് മൊഡ്യൂളിലെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂളിലെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, ഇത്രയും ടോപ്പിക്സ് എല്ലാം ഈ സോളിഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിലെല്ലാം സിമ്പിൾ പൊസിഷൻ, ഒരു സോളിഡിന്റെ സിമ്പിൾ പൊസിഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വ്യൂസ്, അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാൻ നമ്മൾക്ക് കേപ്പബിൾ അല്ലെങ്കിൽ ഈ ടോപ്പിക്സിലെല്ലാം പ്രശ്നങ്ങളാവും. അത് പ്രോപ്പറായിട്ട് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ മാത്രമേ ഇതിന്റെ സൊല്യൂഷൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂ. അപ്പൊ അതാണ് സിമ്പിൾ പൊസിഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സിമ്പിൾ പൊസിഷൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സ്ക്വയർ പിരമിഡ്, square pyramid, base at 30 mm, height 60 mm, resting on HP, on its base. അപ്പോൾ സ്ക്വയർ പിരമിഡ് ആണ്, ബേസ് at 30 mm, height 60 mm. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ സോളിഡ് എന്താണ് സോളിഡ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അതന്നെ ഒരുപാട് സ്റ്റുഡൻസ് എക്സാമിനേഷൻസിന് മിസ്റ്റേക്ക് വരുന്ന ഒരു ഏരിയ ആണ്. സ്ക്വയർ പിരമിഡ് ആണോ പ്രിസം ആണോ എന്നുള്ളത് ശ്രദ്ധിക്കാതെ വരയ്ക്കും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പിരമിഡ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ അവർ പ്രിസം ആയിരിക്കും വരച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രിസം പറഞ്ഞു കഴിഞ്ഞാൽ പിരമിഡ് വരച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് എറേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് സോളിഡ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാതെ തന്നെ അതിനുശേഷം വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇതുപോലെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ മതി. അപ്പൊ പിന്നെ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. സ്ക്വയർ പിരമിഡ്, അപ്പൊ അവിടെ കൺഫ്യൂഷൻ ഇല്ല. സ്ക്വയർ പിരമിഡ് ആണ്, അതിന്റെ ബേസ് അറ്റ് 30 mm, ഹൈറ്റ് 60 mm. ഒരു സോളിഡിന്റെ 2 ഡയമെൻഷൻസ് ആണ് തരാന്ന് പറഞ്ഞിരുന്നു. അത് ഒന്ന് അതിന്റെ ബേസ് സെറ്റിന്റെ ഡയമെൻഷനും അതുപോലെ തന്നെ ആ സോളിഡിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആക്സിസ് ലെങ്ത് ആണ് ഹൈറ്റ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ തരാം. ഇത് സോളിഡ് എന്താണ്, അതിന്റെ ഡയമെൻഷൻസ് ഡാറ്റ എന്താണ്, ഇനി ആ സോളിഡിന്റെ പൊസിഷൻ എന്താണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ റെസ്റ്റിംഗ് ഓൺ HP on its base എന്നാണ് പറഞ്ഞത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ആ സോളിഡ് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഏത് റെഫറൻസ് പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ വ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ, വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഈ ക്വസ്റ്റ്യൻ പ്രകാരം സോളിഡ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ് ബേസ് ഓൺ HP, ഇത് HP ആയിട്ട് കൺസിഡർ ചെയ്യാം, ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, അപ്പൊ സോളിഡ് റെസ്റ്റിംഗ് ഓൺ HP on its base, ഈ ഒരു പൊസിഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഏതൊരു സോളിഡിന്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിന്റെ ബേസിന്റെ ട്രൂ ഷേപ്പ് ഏത് വ്യൂവിലാണ് വിസിബിൾ ആവുന്നത് ആ വ്യൂ എടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യം സോളിഡിനെ പൊസിഷൻ ചെയ്ത് ആലോചിക്കാം ഏത് വ്യൂവിലാണ് അതിന്റെ ട്രൂ ഷേപ്പ്, ബേസിന്റെ ട്രൂ ഷേപ്പ് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ കേസ് വരുമ്പോൾ നമുക്കറിയാം ടോപ്പ് വ്യൂ അല്ലെ, നമുക്ക് ഫ്രണ്ട് വ്യൂ ഒരിക്കലും നമുക്ക് ഈ ബേസിന്റെ ഷേപ്പ് കാണാൻ വിസിബിൾ അല്ല. അപ്പൊ നമുക്ക് ഈ ബേസിന്റെ ഷേപ്പ് വിസിബിൾ ആവുന്നത് ടോപ്പ് വ്യൂലാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പ്ലേസ് ചെയ്യാം. അപ്പൊ ഈ ടോപ്പ് വ്യൂലാണ് ഇതിന്റെ ബേസിന്റെ ആ സ്ക്വയർ ഷേപ്പ് നമുക്ക് വിസിബിൾ ആവുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പ് വ്യൂവിൽ നിന്നാണ്. ആദ്യം എക്സ്പ്ലെയിൻ വരച്ചതിന് ശേഷം നമ്മൾ ടോപ്പ് വ്യൂ വരച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്ക്വയർ ആണ്, അതിന്റെ ഒരു സൈഡ് 30 mm തന്നിട്ടുണ്ട്. അപ്പോ ആദ്യം 30 mm സ്ക്വയർ വരയ്ക്കാം. അതിനുശേഷം നമ്മളിപ്പോ 30 mm സ്ക്വയർ വരച്ചു. അപ്പോ ഈ 4 കോർണേഴ്സ്, ഇതിന്റെ ബേസ് കോർണേഴ്സ് 4 കോർണേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്യണം. നമ്മൾ കൊടുക്കുകയാണ് 1 2 3 4 4 ബേസ്. ഇനി പ്രിസത്തിൽ നിന്ന് ഇവിടെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേസ് ആണ്, ബേസിൽ നിന്ന് അതിന്റെ എഫക്റ്റിലേക്ക് സോളിഡ് കൺവേർട്ട് ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ ഇവിടെ ഇനിയുള്ളത് നമുക്ക് ഈ എഫക്റ്റും അതേപോലെ തന്നെ ബേസിന്റെ സെന്റർ പോയിന്റ്, അതാണ് ആക്സിസ് ലെങ്ത്.
ഈ സോളിഡിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആക്സിസ് ലെങ്ത് എന്ന് പറയുന്നത് ഈ എഫക്റ്റിൽ നിന്ന് ഇതിന്റെ ബേസിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതാണ് ബേസിന്റെ ഷേപ്പ്, ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. അപ്പൊ സെന്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിന്റെ സെന്റർ കണ്ടുപിടിച്ചു. അപ്പൊ എഫ്എക്സ് ആണ് O. then ബേസിലെ സെന്റർ പോയിന്റ് P. യൂസ് റെക്കോർഡ് ചെയ്തൊന്നുമില്ല. So fx O, then base center point P. So O, P. OP mark kiya fx O, then center point P. നമ്മൾ OP ഇനി അപ്പോ ബേസ് കംപ്ലീറ്റ് ആയി, അതിന്റെ എഫക്ട്സ് മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ബേസിന്റെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ എല്ലാ ബേസ് കോർണറിൽ നിന്നും ഇപ്പൊ 1 നിന്ന് എഫക്ട്സിലേക്ക് സൈഡ് എഡ്ജ്, 2 നിന്ന് സൈഡ് എഡ്ജ്, 3 നിന്ന് എഫക്ട്സിലേക്ക്, 4 നിന്ന് സൈഡ് എഡ്ജ്. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിസത്തിലെ വ്യത്യാസമുണ്ട്. പ്രിസത്തിലെ 2 ഫേസുകളുണ്ട്, ഒരു ബോട്ടം ഫേസ്, ടോപ്പ് ഫേസ്. ഈ ബോട്ടം ഫേസിൽ, ടോപ്പ് ഫേസിൽ ഈ സൈഡ് എഡ്ജസ് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. അത് പെർപെൻഡിക്കുലർ ലൈൻസ് ഈ പൊസിഷനിലെ പെർപെൻഡിക്കുലർ ലൈൻസ് ആണ് അല്ലെ. അപ്പോ നമുക്ക് ഇത് ടോപ്പ് വ്യൂവിൽ നമ്മൾ വിസിബിൾ ആവും. നമ്മൾ നോക്കുമ്പോൾ ഇത് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. അപ്പൊ ഈ 2 പോയിന്റ്സും, അതായത് ഈ ഒരു ലൈൻ ഒറ്റ പോയിന്റ് ആയിട്ടാണ് നമുക്ക് വിസിബിൾ ആവും. ഓക്കെ, പക്ഷേ പിരമിഡിന്റെ കേസില് ആ ഒരു പൊസിഷനിലല്ല. പിരമിഡിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ബേസ് കോർണറിൽ നിന്ന് എഫക്ട്സിലേക്കാണ്. അത് സ്ലാൻഡ് എഡ്ജസ് ആണ്, അത് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എഡ്ജസ് ആണ്. ശരിക്കും നിങ്ങളുടെ ടോപ്പ് വ്യൂ ഇതാണ് ടോപ്പ് വ്യൂ. ഈ ടോപ്പ് വ്യൂയിൽ ഈ ബേസ് കോർണറിൽ നിന്ന് എഫക്ട്സിലേക്കുള്ള ഈ സോളിഡ് എഡ്ജസ് വിസിബിൾ ആണ്. അപ്പോ ഈ ബേസ് കോർണറിൽ നിന്ന് എഫക്ട്സിലേക്ക്, എല്ലാ ബേസ് കോർണറിൽ നിന്ന് എഫക്ട്സിലേക്കുള്ള സൈഡ് എഡ്ജസ് വിസിബിൾ ആണ്. അപ്പോ നമ്മളത് ഇവിടെ ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയതുകൊണ്ട് ടോപ്പ് വ്യൂവിൽ കറക്റ്റ് ആയിട്ട് വിസിബിൾ ആണ്. അപ്പോ ആ വിസിബിൾ ആയിട്ടുള്ള ലൈൻസ് സോളിഡ് എഡ്ജസ് നമ്മൾ വരയ്ക്കണം. ഇതാണ് എഫക്ട്. 1 ൽ നിന്ന് എഫക്ട്സിലേക്കുള്ള എഡ്ജ്, 2 ൽ നിന്ന് എഫക്ട്സിലേക്കുള്ള എഡ്ജ്, 3 ൽ നിന്ന് എഫക്ട്സിലേക്കുള്ള എഡ്ജ്, 4 ൽ നിന്ന് എഫക്ട്സിലേക്കുള്ള എഡ്ജ്. ഇങ്ങനെ എല്ലാ ബേസ് കോർണറിൽ നിന്നും എഫക്ട്സിലേക്ക് എഡ്ജസ് വിസിബിൾ ആണ്. അതാണ് പ്രിസം പിരമിഡ് തമ്മിലുള്ള വ്യത്യാസം. പിരമിഡില് ബേസ് കോർണറിൽ നിന്നല്ല എഫക്ട്സിലേക്ക് എഡ്ജസ് വിസിബിൾ ആയിരിക്കും. ടു ഷേപ്പ് വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ടു ഷേപ്പ് വരച്ചു കഴിഞ്ഞു. ഇനി അതായത് ഇതിന്റെ ടോപ്പ് വ്യൂവിലാണ് ബേസിന്റെ ടു ഷേപ്പ് കാണുന്നത്. അത് കംപ്ലീറ്റ് ആയി. ഇതിൽ നിന്ന് ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് ഈ ഫ്രണ്ട് വ്യൂ ജനറേറ്റ് ചെയ്യാം. ഫ്രണ്ട് വ്യൂ നമുക്കറിയാം XY അബോ ആയിരിക്കും. അപ്പൊ എല്ലാ ബേസ് കോർണറിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാം. എല്ലാ ബേസ് കോർണറിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാം. പിന്നെ എഫക്ട്സിൽ നിന്നും എഫക്ട്സിൽ നിന്നും പ്രൊജക്ഷൻസ് വരയ്ക്കാം. ഈ ബേസ് കോർണറുകൾ ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഈ കേസിലെ എല്ലാ ബേസ് കോർണേഴ്സും HP-യിലാണ്, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. 1, 2, 3, 4 എല്ലാ പോയിന്റ്സും ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അപ്പോ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ XY ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ എല്ലാ പോയിന്റ്സും ഹൊറിസോണ്ടൽ പ്ലെയിനിലായതുകൊണ്ട് ഇതിന്റെ എല്ലാ പോയിന്റിന്റെയും ഫ്രണ്ട് വ്യൂസും XY ആയിരിക്കും. അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ XY മാത്രം വരെ എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോ 1 എന്ന പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ 1 dash 2 dash 3 dash 4 dash 4 പോയിന്റ്സ് ആയി. then ബേസിന്റെ സെന്റർ പോയിന്റ് ആണ് P dash. ഇത്ര കാര്യങ്ങൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ബേസ് 4 കോർണേഴ്സ് മാത്രമല്ല, ഈ ബേസ് എഡ്ജസും ഈ ബേസ് മൊത്തം റെസ്റ്റ് ചെയ്യുന്നത്
ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അപ്പോ ആ ബേസിന്റെ ഫ്രണ്ട് വ്യൂ XY ആയിരിക്കും. ഇത് പ്ലെയിൻ ആണ്. ഈ ഒരു പ്ലെയിൻ നമ്മൾ ഒറ്റ ലൈൻ ആയിട്ടാണ് കാണാം. ഈ ഒരു ഫേസ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരൊറ്റ ലൈൻ പോലെയാണ് നമുക്ക് വിസിബിൾ ആവുക. ഓക്കെ, അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്ത് വരയ്ക്കണം. ഈ എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് വരയ്ക്കണം. ഇനി ഈ പിയിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 60 mm എന്ന് പറയുന്നത്, അതായത് ആക്സിസ് ലെങ്ത്. അപ്പോ പി ഡാഷ് നമുക്കറിയാം. അപ്പൊ പി ഡാഷിൽ നിന്ന് ഓയിലേക്കുള്ള ഹൈറ്റ്, ഓയിലേക്കുള്ള ലെങ്ത് ആണ് 60 mm. പി ഡാഷിനെ തിരിച്ച് എടുത്തിട്ട് ഓ ഡാഷ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇത് ആക്സിസ് ആണ്. ആക്സിസിന്റെ ലൈൻ ടൈപ്പ് എങ്ങനെ വരയ്ക്കുന്നത് നമുക്കറിയാം. ആക്സിസിന്റെ ലൈൻ ടൈപ്പ് TN ലൈൻ ആണ്. TN ലൈൻ ആണ് വേണ്ടത്. അപ്പൊ ഞാൻ TN ലൈൻ ആയി. ഇനി നമുക്കറിയാം എല്ലാ ബേസ് കോർണറിൽ നിന്നും എഫ്എക്സിലേക്ക് എഡ്ജസ് വരയ്ക്കണം അല്ലെ. 1 നിന്ന് ഓയിലേക്ക്, 2 നിന്ന് ഓയിലേക്ക്, 3 നിന്ന് ഓയിലേക്ക്. അപ്പൊ 1 ഡാഷിൽ നിന്ന് ഓ ഡാഷിലേക്ക്, അതുപോലെ തന്നെ 2 ഡാഷിൽ നിന്ന് ഓ ഡാഷിലേക്ക്, 3 ഡാഷിൽ നിന്ന് ഓ ഡാഷിലേക്ക്, 4 ഡാഷിൽ നിന്ന് ഓ ഡാഷിലേക്ക്. അപ്പോ ഈ 1O 4O ഈ രണ്ട് എഡ്ജസും പാരലൽ ആയിട്ടാണ്. അതുകൊണ്ടാണ് പോയിന്റ് എഴുതപ്പെട്ടത്. അതുപോലെ തന്നെ 2O 3O ഇതും പാരലൽ ആയതുകൊണ്ട് അത് പോയിന്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അടുത്ത ലൈനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പിരമിഡിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ പിരമിഡിന്റെ നമ്മള് ഈ പൊസിഷൻ റെസ്റ്റിംഗ് ഓൺ its ബേസ് എന്ന പൊസിഷൻ അനുസരിച്ച് അതിന്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഇതിനെ ഡയമെൻഷൻസ് ചെയ്യാം. ഡയമെൻഷൻ ചെയ്യാം. അപ്പൊ ഇത്ര കാര്യങ്ങൾ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മളുടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് റെസ്റ്റിംഗ് ഓൺ its ബേസ്. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു കണ്ടീഷൻ ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് എഴുതിയത്. റെസ്റ്റിംഗ് ഓൺ its ബേസ് ഇങ്ങനൊരു കണ്ടീഷൻ ആണ് ക്വസ്റ്റ്യനിലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം true shape of the base always in top view. നിങ്ങൾ കണ്ടീഷൻ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ ട്രൂ ഷേപ്പ് എപ്പോഴും ടോപ്പ് വ്യൂലായിരിക്കും. മനസ്സിലായോ? അതായത് ആ സോളിഡിന്റെ ബേസിന്റെ ട്രൂ ഷേപ്പ് എപ്പോഴും നമുക്ക് ടോപ്പ് വ്യൂലാണ് വിസിബിൾ ആവും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ കാണുമ്പോൾ തന്നെ ഏത് വ്യൂ വരച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇത് ഒരു കണ്ടീഷൻ. ഇനി ഈ സെയിം സോളിഡ് തന്നെ റെസ്റ്റിംഗ് ഓൺ VP on its base, അതായത് റെസ്റ്റിംഗ് ഓൺ വെർട്ടിക്കൽ പ്ലെയിൻ on its base എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത്. Resting on VP on its base. Solid resting on VP. ഇതാണ് റെസ്റ്റിംഗ് ഓൺ VP, വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോ സോളിഡ് റെസ്റ്റിംഗ് ഓൺ VP എന്നാണെങ്കിൽ ഇതാണ് ഇതിന്റെ പൊസിഷൻ. അപ്പോ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ബേസിന്റെ ട്രൂ ഷേപ്പ് നമുക്ക് വിസിബിൾ ആവുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്. ഓക്കെ, ഫ്രണ്ട് വ്യൂവിലാണ് ഇതിന്റെ ബേസിന്റെ ട്രൂ ഷേപ്പ് വിസിബിൾ ആവുന്നത്. അപ്പൊ ഫ്രണ്ട് വ്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിലെ 30 mm സൈഡിലെ സ്ക്വയർ വരയ്ക്കാം. 30 mm സൈഡിലെ സ്ക്വയർ വരച്ചതിന് ശേഷം അതിന്റെ കോർണേഴ്സ് 1 2 3 4 കോർണേഴ്സ്, then സെന്റർ O dash P dash ഇതെല്ലാം ഫ്രണ്ട് വ്യൂസ് ആണ്. 1 dash 2 dash 3 dash 4 dash, then O dash P dash. ഇനി എല്ലാ ബേസ് കോർണറിലും എഫ്എക്സിലേക്ക് എഡ്ജസ് വരയ്ക്കണം. 1 dash O dash 2 dash O dash 3 dash O dash 4 dash O dash. Okay, ഇതാണ് പിരമിഡിന്റെ ട്രൂ ഷേപ്പ് ഓഫ് ദി പേജ്. അത് ഫ്രണ്ട് വ്യൂവിലായിരിക്കും. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി ഫ്രണ്ട് വ്യൂവിൽ നിന്ന് അത് ടോപ്പ് വ്യൂവിലേക്ക് ടോപ്പ് വ്യൂ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ കോർണേഴ്സും നമ്മളുപോലെ
XY താഴേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഇനി സോളിഡ് ബേസ് റെസ്റ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. വെർട്ടിക്കൽ പ്ലെയിനിലാണ് അത് എൻറ്റയർ ബേസ്. ഈ ബേസ് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. അപ്പോൾ നമുക്കറിയാം ഒരു പോയിന്റ് വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ XY ആയിരിക്കും. അപ്പൊ ഈ ബേസ് കംപ്ലീറ്റ് ആയിട്ട് വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ എല്ലാ കോർണേഴ്സും വെർട്ടിക്കൽ പ്ലെയിനിലാണ്. അപ്പൊ ഈ എല്ലാ കോർണേഴ്സിന്റെയും ടോപ്പ് വ്യൂ XY ആയിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോ നമ്മൾ 1 2 3 4 അല്ലേ? അപ്പൊ 1ന്റെ ഇവിടെ വരാം 1 2. അപ്പൊ ടോപ്പ് വ്യൂ ഡയറക്ഷൻ നമുക്കറിയാം, ഇതാണ് ടോപ്പ് വ്യൂ ഡയറക്ഷൻ, ഇതാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. അപ്പൊ ടോപ്പ് വ്യൂ ഡയറക്ഷൻ ആകുമ്പോ നമുക്കറിയാം 1 ഇതാണ് 4. 4 എന്ന കോർണറാണ് വിസിബിൾ ആവുക, 1 അതിന് താഴെയായിട്ടാണ് വരുന്നത്. അപ്പൊ 4,1. അതുപോലെ 3,2. 3 ആണ് മുകളില്, അതിന് താഴെയായിട്ടാണ് 2 വരുന്നത്. അത് കഴിഞ്ഞു. ഇനി പോയിന്റ് പി. പിയിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 60 mm. O മാർക്ക് ചെയ്തു. 60 ആക്സിസ് ലൈനാണ്. ചെയിൻ ലൈൻ മാർക്ക് ചെയ്തു, ചെയിൻ ലൈൻ മാർക്ക് ചെയ്തു. അതിനുശേഷം എല്ലാ ബേസ് കോർണറിൽ നിന്നും എഫെക്സിലേക്ക് എഡ്ജസ് വരയ്ക്കുന്നു. 1O 2O 3O 4O. ഇതാണ് റെസ്റ്റിംഗ് ഓൺ VP ഓൺ ഇറ്റ്സ് ബേസ് എന്ന കണ്ടീഷനിൽ ഉള്ള പ്രൊജക്ഷൻസ്. അതിനുശേഷം ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രൊജക്ഷൻസ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെസ്റ്റിംഗ് ഓൺ VP ഓൺ ഇറ്റ്സ് ബേസ് എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ല. ഇതൊരു സോളിഡ് ആയാലും നിങ്ങളൊരു കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, true shape always in front view. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. റെസ്റ്റിംഗ് ഓൺ VP ഓൺ ഇറ്റ്സ് ബേസ് ആണെങ്കിൽ അതിന്റെ ബേസിന്റെ ട്രൂ ഷേപ്പ് എപ്പോഴും ഫ്രണ്ട് വ്യൂവിലായിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ അത് നല്ലപോലെ ഈ രണ്ട് കണ്ടീഷൻസ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാല് ഏത് വ്യൂ വരച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊന്നും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത് എങ്ങനെയാണ് ഇപ്പൊ ഫ്രണ്ട് വ്യൂവിൽ വരുന്നത് ടോപ്പ് വ്യൂവിൽ വരുന്നുള്ളത്, ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പിരമിഡിന്റെ. അപ്പൊ പിരമിഡിന്റെ പ്രിൻസിപ്പിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിരമിഡിന്റെ ആകുമ്പോൾ 4 ബേസ് കോർണർ, മീൻസ് ബേസ് കോർണേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ ബേസ് കോർണറിൽ നിന്നും എഫെക്സിലേക്ക് എഡ്ജസ് വിസിബിൾ ആയിരിക്കും ട്രൂ ഷേപ്പിൽ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്ക്വയർ പിരമിഡ്. ബേസ് ആയിട്ട് 30 mm, ഹൈറ്റ് 60 mm. റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ് എന്ന കണ്ടീഷനിൽ, അതുപോലെ റെസ്റ്റിംഗ് ഓൺ VP ഓൺ ഇറ്റ്സ് ബേസ് എന്ന കണ്ടീഷനിൽ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമുക്ക് 2 ടൈപ്പ് സോളിഡ്സ് കൂടിയാണ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അതായത് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ ആയിട്ടുള്ള സിലിണ്ടർ, അതുപോലെ തന്നെ കോർ. ഇപ്പൊ അത് ജസ്റ്റ് എങ്ങനെയായിരിക്കും ഇതുപോലെ കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സിലിണ്ടർ ഇതാണ് സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെ വരയ്ക്കുന്നു? ജസ്റ്റ് ആദ്യം സിലിണ്ടർ ഓഫ് ബേസ് ഡയമീറ്റർ 60 mm, height 60 mm. A cylinder of base diameter. നമുക്കറിയാം സിലിണ്ടറിന്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കിൾ ആണ്. അപ്പോ ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് തരുന്നത്. അപ്പൊ ബേസ് ഡയമീറ്റർ അല്ലെങ്കിൽ സർക്കിളിന്റെ ഡയമീറ്റർ, ദെൻ ഈ രണ്ട് ഫേസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. ലെങ്ത് ഓഫ് ദി സിലിണ്ടർ, ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ എന്നൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ്. അപ്പോ ഈ രണ്ട് ഡയമെൻഷൻസ് ആയിരിക്കും തരാം. ഇനി റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ് എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ
a cylinder of base diameter 60 mm, height 60 mm, resting on HP on its base എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാറ്? ഇങ്ങനെയായിരിക്കും അതിന്റെ പൊസിഷൻ. നമുക്കറിയാം ഇതിന്റെ ടു ഷേപ്പ് വിസിബിൾ ആവുന്നത് ടോപ്പ് വ്യൂയിലായിരിക്കും. നമുക്കറിയാം ടു ഷേപ്പ് ഓൾവേസ് ഇൻ ടോപ്പ് വ്യൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോ ബാക്കി മറ്റേ പോളിഹിഡ്രൻസിൽ നിന്ന് ഈ സോളിഡ്സ് ഓഫ് റെവല്യൂഷനുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് സ്പെസിഫിക് എഡ്ജസോ കോർണേഴ്സോ ഒന്നുമില്ല. ഇത് കർവ് സർഫസ് ആണ്, ഇവിടെ സർക്കിൾ ആണ്, ഇവിടെ പോയിന്റ്സ് ഒന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനില്ല. അപ്പോ അതിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ് എടുക്കുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഇത്രയും വരയ്ക്കുമ്പോൾ ഇപ്പൊ ഇത് വരയ്ക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പ് വ്യൂ സർക്കിളിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ടോപ്പ് വ്യൂവില് നമുക്ക് 60 mm ഡയാല് ഒരു സർക്കിൾ വിസിബിൾ ആയിരിക്കും. അപ്പൊ ആ സർക്കിൾ നമ്മൾ ആദ്യം വരയ്ക്കുക. അതിനുശേഷം അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക, അതിന്റെ ആക്സിസ് OP എഴുതാം. പിന്നെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇപ്പൊ ഇവിടെ ഒരു സർക്കിള്, ഇവിടെ ഒരു സർക്കിൾ, ഇതിനെ ഈ സർക്കിളിന് ഇങ്ങനെ ടാൻജന്റ് ആയിരിക്കും. രണ്ട് സർക്കിളിന് ടാൻജന്റ് ആയിട്ടായിരിക്കും ഇതിന്റെ ബൗണ്ടറി ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഫ്രണ്ട് വ്യൂ ജനറേറ്റ് ചെയ്യാൻ, ഫ്രണ്ട് വ്യൂ ജനറേറ്റ് ചെയ്യാൻ ഈ സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ട് റൈറ്റ് വരയ്ക്കാം. ശേഷം ബോട്ടം ഫേസ് നമുക്കറിയാം XY ആണ്. ശേഷം ഈ OP ആക്സിസും വരയ്ക്കാം. P ഡാഷിന്റെ ഓടാക്സിലുള്ള ഹൈറ്റ് ആണ് 60 mm. CN ലൈൻ ആയിട്ട് ആക്സിസ് മാർക്ക് ചെയ്യാം. ശേഷം ആക്സിസില് ടോപ്പ് ഫേസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഒരു റെക്ടാംഗിൾ ഷേപ്പ് ആണ്. നമുക്ക് വ്യൂ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പൊ ഇതിൽ ജസ്റ്റ് ആക്സിസ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഈ സെയിം സോളിഡ് തന്നെ റെസ്റ്റിംഗ് ഓൺ VP ഓൺ ഇറ്റ്സ് ബേസ് എന്ന കണ്ടീഷൻ ആണെങ്കിൽ നമുക്കറിയാം സിമ്പിളായിട്ട് ഇപ്പൊ രണ്ട് പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അറിയാം. അതിന്റെ ഫ്രണ്ട് വ്യൂവിലാണ് അതിന്റെ ടു ഷേപ്പ് വിസിബിൾ ആവുന്നത്. നമ്മള് ടു ഷേപ്പ് വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്. ടു ഷേപ്പ് ഇങ്ങനെ 60 mm ഹൈറ്റ് അതിന്റെ ആക്സിസ് മാർക്ക് ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ ടാൻജന്റ് ആയിട്ട് ടാൻജന്റ് ആയിട്ട് ലൈൻസ് വരയ്ക്കുന്നു. P ആക്സിസ് നമ്മൾ ലൈൻസ് O മാർക്ക് ചെയ്യാം. ഇതായിരിക്കും സോളിഡിന്റെ resting on VP on its base എന്നുള്ള കണ്ടീഷനിൽ അതിന്റെ വ്യൂസ്. ഞാൻ ഇതിനെ ഡയമെൻഷൻ ചെയ്യാം. നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ പോയിരുന്നു. ഡയമെൻഷൻ 60 mm ആണ് ഇവിടെ. അതുപോലെ തന്നെ സർക്കിളിന്റെ ഡയമീറ്ററും 60 mm ആണ്. ഈ ക്വസ്റ്റ്യൻ അതായത് സിലിണ്ടറിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ ഇവിടെ രണ്ട് പൊസിഷൻ ഉണ്ട്. റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ്, അതുപോലെ തന്നെ റെസ്റ്റിംഗ് ഓൺ VP ഓൺ ഇറ്റ്സ് ബേസ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് കോണാണ്. അതായത് സർക്കുലർ കോൺ. അപ്പൊ ഈ കോണിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാണ് വരയ്ക്കാറുള്ളത് അപ്പൊ വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. സെയിം ഡയമെൻഷൻ തന്നെ വരയ്ക്കുന്നത് എളുപ്പത്തിന് വേണ്ടി ഞാൻ സെയിം ഡയമെൻഷൻ തന്നെ സർക്കുലർ കോൺ. Circular cone of
base diameter 60 mm, height 60 mm. Height എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് അപെക്സിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ആക്സിസ് ലെങ്ത്, അതാണ് 60 mm. അപ്പോൾ ഫസ്റ്റ് റെസ്റ്റിംഗ് ഓൺ HP on its base, ഈ ഒരു പൊസിഷനിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, അപ്പോ നമുക്കറിയാം ടോപ്പ് വ്യൂവിലാണ് അതിന്റെ ടൂൾ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ ആണ്. സിലിണ്ടറിനെ പോലെ തന്നെ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള കോർണേഴ്സോ എഡ്ജസോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു, ആ സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ട് ലൈൻ വരയ്ക്കുന്നു. Then P dash base point, axis length ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു O dash. അതിനുശേഷം ഈ ബേസിൽ നിന്ന് അപെക്സിലേക്ക് ആണ് ലൈൻസ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിൽ നിന്ന് അപെക്സിലേക്ക് ലൈൻസ് ജോയിൻ ചെയ്യാം. ഓണിലാവുമ്പോൾ ഇവിടെ അപെക്സ് ആണ്. ഓക്കെ, അപ്പോൾ സിലിണ്ടറിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടോപ്പ് ഫേസ് ഉണ്ട്, ബോട്ടം ഫേസ് ഉണ്ട്. ഓണിന് അങ്ങനെ ടോപ്പ് ഫേസ് ഉണ്ടായിരിക്കില്ല, ബേസ് മാത്രമേ ഉള്ളൂ. ബേസിലേക്ക്, അത് ബേസിൽ നിന്ന് അപെക്സിലേക്ക് സോളിഡിനെ കൺവേർട്ട് ചെയ്ത് പോകുന്ന പോലെയാണ്. ഇതായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ. height 60 mm. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെ ഈ പൊസിഷനിൽ റെസ്റ്റിംഗ് ഓൺ BP on its base. ഇതാണ് അതിന്റെ പൊസിഷൻ. ഫ്രണ്ട് വ്യൂവിലാണ് അതിന്റെ സർക്കുലർ ഷേപ്പ് നമ്മൾ കാണുന്നത്. സർക്കുലർ ഷേപ്പ് നമ്മൾ വരച്ചു. അതിനുശേഷം ടോപ്പിൽ വരയ്ക്കുമ്പോൾ ബേസ് ആക്ച്വലി ടച്ച് ചെയ്തിരിക്കും, അത് മാർക്ക് ചെയ്തു. Then ആക്സിസ് ലെങ്ത് അറിയാം 60 മാർക്ക് ചെയ്തു. ഇനി ഈ ബേസിൽ നിന്ന് അപെക്സിലേക്ക് എഡ്ജസ് അല്ല, ഇങ്ങനെയായിരിക്കും നമ്മുടെ ടോപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോ ബേസിൽ നിന്ന് അപെക്സിലേക്ക് എഡ്ജസ്. നമ്മൾ ഇതിൽ 4 പ്രോബ്ലംസ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തു. 4 ടൈപ്പ് ഓഫ് സോളിഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടും. സിലിണ്ടറും പ്രിസം ഓൾമോസ്റ്റ് സിമിലാരിറ്റീസ് ഉണ്ട് അല്ലെ, വരയ്ക്കുമ്പോൾ നമ്മൾ പ്രൊജക്ഷൻസ് വരയ്ക്കുന്നതിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കോണ്, പിരമിഡ് അല്ലെ. അപ്പോ ആ ഒരു കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോ ഇതാണ് ഇപ്പൊ 4 സിമ്പിൾ സോളിഡ്സ്, അതായത് ഒരു പ്രിസം, ഒരു പിരമിഡ്, കോണ്, സിലിണ്ടർ. ഈ 4 സിമ്പിൾ ആയിട്ടുള്ള സോളിഡ്സിന്റെ 2 കണ്ടീഷൻസ്, റെസ്റ്റിംഗ് ഓൺ HP on its base, resting on BP on its base. ഇത്ര കാര്യങ്ങളാണ് നമ്മളിപ്പോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ പിരമിഡ്, സ്ക്വയർ പ്രിസം, സിലിണ്ടർ, കോൺ, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ജോമെട്രീസ് ആണ്. കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ജോമെട്രീസ് വരയ്ക്കുന്നു. അതായത് ഇപ്പോ ലൈൻ ടൈപ്പ് ഓഫ് ലൈൻസ് ഡിസ്കസ് ചെയ്തിരുന്നപ്പോ ഇൻവിസിബിൾ ലൈൻസ്, വിസിബിൾ ലൈൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഇൻവിസിബിൾ വിസിബിൾ ലൈൻസിന്റെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു ചാൻസുകൾ ഈ പ്രോബ്ലംസിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനി വേറെ ടൈപ്പ് പ്രോബ്ലംസ്, 2 ടൈപ്പ് പ്രോബ്ലംസ് കൂടി ഞാൻ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാണ്. ഇനി അത് HP റെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ബേസ് BP റെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. ഇത് ഈ നേരത്തെ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു സോളിഡ് അതിന്റെ ബേസ് HP ആണെങ്കിൽ, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഫ്രണ്ട് ടോപ്പ് വ്യൂ, അതുപോലെ തന്നെ അതിന്റെ വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ, ബേസ് വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്സാമിന് നോർമലി ഒരു 50% ആണ് ചാൻസ്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ബേസ് റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ ബേസ് റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പോൾ നോർമലി സ്റ്റുഡൻസ് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്റ്റുഡൻസ് ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണോ വെർട്ടിക്കൽ പ്ലെയിനിലാണോ എന്ന് ശ്രദ്ധിക്കാതെ അങ്ങനെ വരച്ചു പോകും. അപ്പൊ ക്വസ്റ്റ്യനില് പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും, പക്ഷേ സ്റ്റുഡൻസ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ബേസ് റെസ്റ്റ് ചെയ്ത രീതിയിൽ വരയ്ക്കും. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് കാണാറുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ്, എവിടെ നിന്നാണ് നമ്മൾ അതിന്റെ ടൂൾ ഷേപ്പ് എവിടെയായിരിക്കും എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് 2 ടൈപ്പ് പ്രോബ്ലംസും പാരലൽ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഉള്ള പ്രോബ്ലംസിൽ നമ്മൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് 2 സെപ്പറേറ്റ് ആയിട്ട് കാണിക്കില്ല.
ഓരോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ തരും, ചില ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഹെക്സഗണൽ പ്രിസം. Hexagonal prism of base edge and base edge question and base edge base edge and base edge 25 mm, height or length 50 mm, resting on HP on its base with one of its base edge perpendicular to BP. Draw the projection of a hexagonal prism of base edge 25 mm, height 50 mm, resting on HP on its base with one of the base edge perpendicular to VP. ഇത്രയും കാര്യങ്ങൾ ഏറ്റവും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് സോളിഡ് ഏതാണ് സോളിഡ് എന്നുള്ളത് മനസ്സിലാക്കാം. ഹെക്സഗണൽ പ്രിസമാണ്. ദെൻ അതിന്റെ ഡയമെൻഷൻസ് വന്നത് ബേസ് എഡ്ജ് 25 mm, ഹൈറ്റ് 50 mm. ഇനിയുള്ള രണ്ട് ഡാറ്റകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് ആ സോളിഡ് ഏത് റഫറൻസ് പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ബേസ് എഡ്ജുകൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് സിമ്പിൾ പൊസിഷന്റെ ഇമ്പോർട്ടൻസ്. അതായത് സിമ്പിൾ പൊസിഷൻ എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ്. സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് HP-യിലാണ്. സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് HP-യിലാണ്. റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ്. അപ്പോ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നമുക്കറിയാം, അതിന്റെ ട്രൂ ഷേപ്പ് വിസിബിൾ ആവുന്നത് ടോപ്പ് വ്യൂവിലാണ്. അപ്പൊ ടോപ്പ് വ്യൂവിലാണ് അതിന്റെ ട്രൂ ഷേപ്പ് വിസിബിൾ ആവുന്നത് എന്നുള്ളത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പൊ ടോപ്പ് വ്യൂ വരച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് വ്യൂവിലെ ട്രൂ ഷേപ്പ് വരച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴേക്കും ഇത് ഈ പോയിന്റ് ക്ലിയർ ആവുമ്പോഴേക്കും വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇനി ബേസ് എഡ്ജുകൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കാം. അടുത്ത പോയിന്റ് അതാണ്. One of its base edge perpendicular to VP. ഒരു ബേസ് എഡ്ജ് ഇതിന്റെ ഈ ഹെക്സഗണിലെ ഒരു ബേസ് എഡ്ജ് വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം ഇതിന്റെ ട്രൂ ഷേപ്പ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോ ഇങ്ങനെ വെക്കാം, സോളിഡിംഗ് എഡ്ജ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാൻ പറ്റില്ല. ഇതിലെ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP ആയിട്ട് തന്നെ വെക്കണം. വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇതിലെ റെസ്റ്റ് ചെയ്യുന്നു. വെർട്ടിക്കൽ പ്ലെയിനിന് ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിരിക്കണം സോളിഡ്. അപ്പോ ഇങ്ങനെയാണ് ഈ സോളിഡ്. അതായത് ഈ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ നമുക്കറിയാം, ലൈൻസ് പഠിച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്, ഒരു ലൈൻ പാരലൽ ടു VP ആണെങ്കിൽ അതിന്റെ പ്ലാൻ പാരലൽ ടു XY. അതേപോലെ തന്നെ ഒരു ലൈൻ പെർപെൻഡിക്കുലർ ടു VP ആണെങ്കിൽ അതിന്റെ പ്ലാൻ പെർപെൻഡിക്കുലർ ടു XY ആയിരിക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനില് പാരലൽ ടു VP ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതായത് റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ് എന്നുള്ള കണ്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വൺ ഓഫ് ദി ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP ആണെങ്കിൽ ഒരു എഡ്ജ് നമ്മൾ പെർപെൻഡിക്കുലർ ആയി വരച്ച് സ്റ്റാർട്ട് ചെയ്യണം. പാരലൽ ടു VP ആണെങ്കിൽ ഒരു എഡ്ജ് പാരലൽ ടു XY ആയിട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ പെർപെൻഡിക്കുലർ ടു VP ആണ്. അപ്പൊ ഞാൻ പ്ലാനിന്റെ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു XY ആയിട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യണം. Then hexagon കംപ്ലീറ്റ് ചെയ്യാം. ജോമെട്രി അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റെഗുലർ ഹെക്സഗൺ വരയ്ക്കുന്നത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇതിന് നമ്പറിംഗ് കൊടുക്കാം. 1 2 3 4 5 6. ഇത് പ്രിസമാണ്.
അല്ലെ? ഇതാകുമ്പോ രണ്ട് ഫേസ്, ടോപ്പ് ഫേസ് ബോട്ടം ഫേസ്. അപ്പൊ ടോപ്പ് ഫേസില് 6 കോർണേഴ്സ്, ബോട്ടം ഫേസില് 6 കോർണേഴ്സ്, അങ്ങനെ 12 പോയിന്റ്സ് ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ 1 2 3 4 5 6, അതിനുശേഷം 7 8 9 10 11 12, 12 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. Okay, then in the center, this is the center mark here. OP എന്ന് center mark ചെയ്യാം. ഇനി നമ്മുടെ പ്രിസം അങ്ങനെ 12 കോർണേഴ്സ് ആണുള്ളത്, 12 കോർണേഴ്സ് മാർക്ക് ചെയ്തു. ഇനി ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞ് ടോപ്പ് വ്യൂ നിന്ന് ഫ്രണ്ട് വ്യൂ ജനറേറ്റ് ചെയ്യുക. ഫ്രണ്ട് വ്യൂ ജനറേറ്റ് ചെയ്യാൻ എല്ലാ കോർണേഴ്സും പ്രൊജക്ട് ചെയ്യുക, എല്ലാ കോർണേഴ്സും പ്രൊജക്ട് ചെയ്യാം. അതില് ബോട്ടം ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നത് HP യിലാണ്. അപ്പൊ ബോട്ടം ഫേസിലെ എല്ലാ പോയിന്റിന്റെയും ഫ്രണ്ട് വ്യൂ XY ആയിരിക്കും. അപ്പൊ ബോട്ടം ഫേസ് 7 8 9 10 11 12, ഈ 6 പോയിന്റ്സ് ആണ് ബോട്ടം ഫേസിലുള്ളത്. അപ്പൊ ഈ 6 പോയിന്റ്സിന്റെയും ഫ്രണ്ട് വ്യൂ നമ്മൾ XY യിൽ മാർക്ക് ചെയ്യണം. അതായത് ഇവിടെയാണ് 7 dash 8 dash 9 dash, 9 ഉം 10 ഉം ഒരേ ലൈനിലാണ്, 10 dash, 8 ഉം 11 ഉം ഒരേ ലൈനിലാണ്, 11 dash, 7 ഉം 12 ഉം ഒരേ ലൈനിലാണ്. ഈ 8 11 OP ഇതെല്ലാം ഒറ്റ ലൈനിലായിരിക്കും. അപ്പൊ P dash, ഈ പോയിന്റ് തന്നെയാണ് P dash കൂടി വരാം. മനസ്സിലായോ? ഈ ഒരു പോയിന്റ് 3 പോയിന്റ്സ് വരും. അതായത് 8 11 P 3 പോയിന്റ്സ് വരും. ഇനി ബേസിൽ നിന്ന് ടോപ്പ് ഫേസിലേക്കുള്ള ഹൈറ്റ് നമുക്കറിയാം 50 mm. 50 mm ഈ ബേസിൽ നിന്ന് 50 mm മാർക്ക് ചെയ്ത് ടോപ്പ് ഫേസ് വരയ്ക്കാം. ടോപ്പ് ഫേസ് വരച്ചു. ഇനി ടോപ്പ് ഫേസിലെ പോയിന്റ്സ് ആണ് 1 2 3 4 5 6. 1 dash, 2 dash, 3 dash, ഈ പോയിന്റാണ് 4 dash, 5 dash, 6 dash, speed 4 dash, ഈ പോയിന്റ് തന്നെ 4 dash വരും. അപ്പോൾ ഈ പോയിന്റ്സ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ തെറ്റൊന്നുമില്ല. 1 2 3 4 5 6 അതാണ് ടോപ്പ് ഫേസ് പോയിന്റ്സ്. 7 8 9 10 11 12 അത് ബോട്ടം ഫേസ്. അപ്പോൾ നമ്മൾ ആദ്യം ബോട്ടം ഫേസ് മാർക്ക് ചെയ്യുക XY ല്, അതിനുശേഷം ടോപ്പ് ഫേസ്. ഇവിടെ നോക്കാം, ഇത് പ്രൊജക്ട് ചെയ്യുമ്പോൾ 1 ഉം 6 ഉം ഒരേ ലൈനിലാണ്, 2 ഉം 5 ഉം ഒരേ ലൈനിലാണ്, 3 ഉം 4 ഉം ഒരേ ലൈനിലാണ്. അപ്പൊ അത് മനസ്സിലാക്കി വരച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇനി സോൾഡ് വരയ്ക്കുമ്പോൾ ഈ O dash P dash, കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ആക്സിസിനെ ഓവർലാപ്പ് ചെയ്ത് സോളിഡ് എഡ്ജസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആക്സിസ് ചെയ്യാൻ ലൈൻ ആയിട്ട് വരച്ചു. ഇവിടെ 2 8 എന്ന് പറഞ്ഞ സോളിഡ് എഡ്ജ് ആക്സിസിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഈ ആക്സിസിനെ ഓവർലാപ്പ് ചെയ്ത് ഇവിടെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ഈ എഡ്ജ് ആണ് വിസിബിൾ ആവുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മള് തിക്ക് ലൈൻ ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്, തിക്ക് കണ്ടിന്യൂസ് ലൈൻ. കാരണം 2 dash 8 dash ആണ് നമ്മൾ വരയ്ക്കുന്നത്, അതിന്റെ ബാക്കിലാണ് O dash P dash വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആക്സിസ് ലൈൻ വിസിബിൾ ആയിരിക്കില്ല. വിസിബിൾ ആവുന്നത് ഈ സോളിഡ് എഡ്ജ് ആണ്. 2 8 എന്ന് പറഞ്ഞാൽ സോളിഡ് എഡ്ജ് ആണ്. അങ്ങനെ എല്ലാ ബൗണ്ടറി ലൈൻസും സോളിഡിലെ എല്ലാ ബൗണ്ടറി ലൈൻസും ഡിഫൈൻ ചെയ്യാം. പ്രോബ്ലം കംപ്ലീറ്റ് ആണ്. 25 research 50 mm height. Okay, complete. അപ്പൊ ഇതിലെ ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 2 പോയിന്റ്സ് സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് റെസ്റ്റിംഗ് ഓൺ HP ഓൺ സ്പേസ് എന്നാകുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതുപോലെ ഇങ്ങനെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ base set perpendicular to VP like parallel to VP എന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കുവാൻ. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഹെക്സഗൺ ആവുമ്പോൾ
12 പോയിന്റ്സ് വരും. കുറെ പോയിന്റ്സ് വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് പോയിന്റ്സ് വരാ എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യണം. അതിനു കൂടിയാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഒരു പ്രോബ്ലം കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാം. Pentagonal pyramid, base at 25 mm, height 60 mm, resting on HP on its base with one base edge parallel to VP. Without a problem. Pentagonal pyramid, base at 25 mm, height 60 mm, resting on HP on its base with one of the base edges parallel to VP. ഒരു പെന്റഗണൽ പിരമിഡ്, അതിനെ കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റിംഗ് on HP on its base with one of the base edges parallel to VP. Parallel to VP ആയിട്ടാണ് വരയ്ക്കുക. അപ്പൊ നമുക്കറിയാം ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ അതിന്റെ ടു ഷേപ്പ് വിസിബിൾ ആവുന്ന ടോപ്പ് വ്യൂ. പിന്നെ ഈ ഇതിലെ parallel to VP ആണ്. അപ്പൊ ഒരു എഡ്ജ് parallel to XY ആയിട്ട് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം. XY വരയ്ക്കാം. Then ട്രൂ ഷേപ്പ് ടോപ്പ് വ്യൂ ആണെന്ന് മനസ്സിലായി. ആ ട്രൂ ഷേപ്പ് വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലൈൻ പാരലൽ ടു VP ആയതുകൊണ്ട് ഒരു പ്ലാൻ ഒരു ലൈൻ നമുക്ക് പാരലൽ ടു XY ആയിട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ പല സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇവിടെ വരയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. പാരലൽ ലൈനിൽ ഈ സൈഡിലായാലും ഈ സൈഡിലായാലും ഇവിടെ പാരലൽ വെച്ചിട്ട് ഇങ്ങനെ പെന്റഗൺ കൺസ്ട്രക്ട് ചെയ്താലും ഇങ്ങനെ പെന്റഗൺ കൺസ്ട്രക്ട് ചെയ്താലും ശരിയാണ്. ഓക്കെ, കാരണം ഈ പാരലൽ ലൈൻ പാരലൽ എഡ്ജ് നിയറർ ടു VP എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ വരയ്ക്കാം. അപ്പോ ഒരു എഡ്ജ് പാരലൽ ആയിട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം പെന്റഗൺ കംപ്ലീറ്റ് ചെയ്യാം. പെന്റഗൺ കംപ്ലീറ്റ് ചെയ്യാം. നമ്പർ കൊടുക്കാണ് 1 2 3 4 5. പിരമിഡ് ആണ്. പിരമിഡ് ആവുമ്പോൾ ബേസ് കോർണേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മള് പെന്റഗണിന്റെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തതിനു ശേഷം OP ആക്സിസ് മാർക്ക് ചെയ്തു. OP then ഈ എല്ലാ ബേസ് കോർണറിൽ നിന്നും എഫെക്സിലേക്ക് എഡ്ജസ് വരയ്ക്കുക. 1 ൽ നിന്ന് 2 ൽ നിന്ന് 3 ൽ നിന്ന് 4 ൽ നിന്ന് 5 ൽ നിന്ന് എല്ലാവരും നമ്മൾ എല്ലാ കോർണറിൽ നിന്നും എഫെക്സിലേക്ക് സൈഡ് എഡ്ജസ് വിസിബിൾ ആവുന്ന സൈഡ് എഡ്ജസ് വരച്ചു. ഇനി ഇതിനു ശേഷം ഇതിന്റെ ഫ്രണ്ട് വ്യൂ ജനറേറ്റ് ചെയ്യാൻ എല്ലാ ബേസ് കോർണറിൽ നിന്നും ലൈൻസ് പ്രൊജക്ട് ചെയ്യാം. എല്ലാ ബേസ് കോർണറിൽ നിന്നും എഡ്ജസ് പ്രൊജക്ട് ചെയ്യാം. ബേസ് റെസ്റ്റിംഗ് ഓൺ HP ആണ്. അപ്പോ ഈ എല്ലാ പോയിന്റിലും ബേസ് പോയിന്റിന്റെയും ഫ്രണ്ട് വ്യൂ XY ആയിരിക്കും. 1 ഡാഷ് 5 ഡാഷ് 2 ഡാഷ് 4 ഡാഷ് 3 ഡാഷ്. ഇനി ഓയിലേക്കുള്ള ഹൈറ്റ് തമ്മിൽ 60 mm. അപ്പോൾ 2 ഡാഷും 3 ഡാഷും ഒരേ ലൈനിലാണ്. 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് എല്ലാവരും ഒറ്റ ലൈനിലായിരിക്കും. അപ്പോൾ ബേസിൽ നിന്ന് 60 mm O ഡാഷ് മാർക്ക് ചെയ്യാം. അത് ബേസിൽ നിന്ന് 60 mm ഹൈറ്റ്. ഇതാണ് ഹൈറ്റ് ബേസിൽ നിന്ന്. അതായത് ഇതിന്റെ ബേസിൽ സെന്റർ പോയിന്റിൽ നിന്ന് അപെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് 60 mm. ഇനി ഇവിടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് ഒരു വ്യത്യാസമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
ഇതാണ് ഇതിന്റെ പൊസിഷൻ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വൺ ഓഫ് ദി ബേസ് എഡ്ജ് പാരലൽ ടു ഇതില് നിങ്ങൾക്ക് ഈ ഇവിടെ ഒരു സൈഡ് എഡ്ജ് വിസിബിൾ ആണ്, ഈ സൈഡ് എഡ്ജ് വിസിബിൾ ആണ്, ഇവിടെ ഒരു സൈഡ് എഡ്ജ് വിസിബിൾ ആണ്. ഇതിന്റെ ബാക്ക് സൈഡില് രണ്ട് എഡ്ജസ് കൂടി ഉണ്ട്. അത് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയിരിക്കില്ല. നിങ്ങൾ നോക്കുമ്പോൾ ഈ 3 ലൈൻസ് ആണ് വിസിബിൾ ഉള്ളൂ. പക്ഷെ ബാക്ക് സൈഡില് രണ്ട് എഡ്ജസും കൂടി ഉണ്ട്. അത് വിസിബിൾ അല്ല. ഓക്കെ, അവിടെയാണ് വിസിബിൾ ലൈൻസ് ഇൻവിസിബിൾ ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എപ്പോഴും സോളിഡ്സിൽ ചെയ്യുന്ന സോളിഡ്സിൽ ട്യൂബിന്റെ ബൗണ്ടറി എഡ്ജസ് ഏതെല്ലാമാണോ അത് ആദ്യം കംപ്ലീറ്റ് ചെയ്യും. അതായത് ബൗണ്ടറി എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1' O' ആണ് ബൗണ്ടറി. ഈ ലൈൻ ഇപ്പുറത്തെ സൈഡിലായിട്ട് യാതൊരു പോയിന്റ്സ് ഇല്ല, അതായത് ഒരു കോർണേഴ്സോ എഡ്ജസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ബൗണ്ടറി ആണ്, ഈ വ്യൂവിന്റെ ബൗണ്ടറി ആണ്. അപ്പൊ ആദ്യം കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം എക്സ്ട്രീമിലുള്ള 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റ്സ് ആണ്. ഈ ലൈനിലെ സൈഡിലായിട്ട് പുറത്തായിട്ട് ഒരു പോയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ബൗണ്ടറി ലൈൻസ് ആദ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ബൗണ്ടറി ലൈൻസിന്റെ ഉള്ളിൽ വരുന്ന ലൈൻസ് വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇമാജിൻ ചെയ്ത് മനസ്സിലാക്കാം. കാരണം ഇവിടെ നിന്നാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. ഇതാണ് ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്നാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. അപ്പോ ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷൻ പറയുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏതെല്ലാം എഡ്ജസ് വിസിബിൾ ആയിരിക്കും, ഏതെല്ലാം എഡ്ജസ് ഇൻവിസിബിൾ ആവും എന്നുള്ളത് അസ്യൂം ചെയ്ത് ഇമാജിൻ ചെയ്യാവുന്നതാണ്. അതായത് ഇതാണ് ഫ്രണ്ട് വ്യൂ. അപ്പൊ ഈ 3 ലൈൻസ് വിസിബിൾ ആവും, ഇതിന്റെ ബാക്കിലുള്ള ലൈൻസ് ഇൻവിസിബിൾ ആവും. അതായത് 1 2 3 4 5 1ൽ നിന്ന് ഓയിലേക്കും 2ൽ നിന്ന് ഓയിലേക്കും 3ൽ നിന്ന് ഓയിലേക്കും ഉള്ള എഡ്ജസ് വിസിബിൾ ആണ്. 4 to O 5 to O എഡ്ജസ് ഇൻവിസിബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അതില് 1 to O വരച്ചു, 3 to O വരച്ചു. ഇനി 2 to O, 2ൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഓയിലേക്കുള്ള എഡ്ജ് വിസിബിൾ ആണ്. അപ്പൊ അത് തിക്കനായിട്ട് നമ്മൾ വരയ്ക്കുന്നു. ഇതിന്റെ ബാക്കിലാണ് ആക്സിസ് ലൈൻ വരുന്നത്. അതായത് ഈ OP എന്നുള്ളത് 2O എന്ന എഡ്ജിന്റെ ബാക്ക് ആയിട്ടാണ് ഓവർലാപ്പ് ചെയ്തോളൂ. ഓവർലാപ്പ് ചെയ്ത് വരുമ്പോഴും തിക്ക് എഡ്ജ് ആണ് വിസിബിൾ ആവുക. അതുകൊണ്ട് നമ്മൾ തിക്കായിട്ട് വരയ്ക്കുന്നു. ഇനി 5' O' കണക്ട് ചെയ്യണം, 4' O' കണക്ട് ചെയ്യണം. ഇത് രണ്ടും ഉണ്ടാവും. ഇത്രയും ഏരിയ നമുക്ക് വിസിബിൾ ആണ്, ഇത്ര ഏരിയ ഇൻവിസിബിൾ ആണ്. കാരണം ഇതിന്റെ ബാക്കിലാണ് സോളിഡ്, ഈ സോളിഡിന്റെ ബാക്ക് സൈഡിലാണ്. അപ്പോ 5ൽ നിന്ന് O' ലൈനും 4ൽ നിന്ന് O' ലൈനും ഇൻവിസിബിൾ എഡ്ജസ് ആണ്. ഇൻവിസിബിൾ എഡ്ജസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് നമ്മൾ ലൈൻ ടൈപ്പിൽ പഠിച്ചിട്ടുണ്ട്. തിക്ക് ഡാഷ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യും. അപ്പോ ഇതാണ് ഈ 2 എഡ്ജസ് ഇൻവിസിബിൾ ആണ്. ശരി, അവിടെ റിയൽ ആയിട്ട് 2 സോളിഡ് എഡ്ജ് ഉണ്ട്, പക്ഷേ ഈ വ്യൂവില് അത് ഇൻവിസിബിൾ ആയതുകൊണ്ട് നമ്മൾ അത് ഇൻവിസിബിൾ ലൈൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു മാത്രം. ഓക്കെ, ഇനി പല സ്റ്റുഡൻസിനും വിസിബിൾ ലൈൻസ് ഇൻവിസിബിൾ ലൈൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ട്രിക്കാണ്. അതായത് ആദ്യം നമ്മൾ പ്രൊജക്ഷൻസ് വരച്ചതിന് ശേഷം ആ പ്രൊജക്ഷൻസിന്റെ ബൗണ്ടറി ആദ്യം വരച്ചു. ബേസ്, അതിന് 3' O', 1' O'. അതിന് പുറത്ത് വേറെ പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ട് അത് ബൗണ്ടറീസ് ആയിട്ട് നമ്മൾ ബൗണ്ടറി ലൈൻസ് കംപ്ലീറ്റ് ചെയ്യും അല്ലെ. ഞാൻ ഇപ്പോഴത്തെ വരച്ചു കാണിക്കാം. 1' 3' 4' ഇങ്ങനെയാണ്. അപ്പോ ഇത്രയും ഇത് ബൗണ്ടറി ആയിട്ട് നമ്മൾ ആദ്യം തന്നെ വരച്ചു അല്ലെ. ഇനി നോക്കുന്നത് ഈ വ്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അത് ഈ വ്യൂവിൽ നിന്നാണ് പ്രൊജക്ഷൻ ലൈൻസ് വരച്ചിട്ട് ഈ വ്യൂ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ വ്യൂവില് ആക്സിസിലും OP ഈ ആക്സിസിലും XY ഉള്ളിൽ ഏതൊക്കെ ലൈൻസ് ഉണ്ടെന്ന് നോക്കാം. ഇത് ആക്സിസ് XY, ഇതിന്റെ രണ്ടിനും ഈ 2 ആക്സിസും XYക്കും ഉള്ളിൽ വരുന്ന, അതായത് ഈ വ്യൂവിൽ നിന്നാണ് ഈ വ്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ടോപ്പ് വ്യൂവിൽ നിന്നാണ് ഈ ഫ്രണ്ട് വ്യൂ ജനറേറ്റ് ചെയ്യുന്നത്.
അപ്പോ ഈ ടോപ്പ് വ്യൂവിന്റെ ആക്സിസിലും എക്സ് വൈക്കും ഉള്ളിലുള്ള ലൈൻസ് എല്ലാം ഇൻവിസിബിൾ ലൈൻസ് ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം ഈ ആക്സിസിലും എക്സ് വൈക്കും ഉള്ളിൽ കിടക്കുന്ന രണ്ട് ലൈൻസ് ആണ് 5O 4O. അപ്പോ ഈ 5O 4O 5 ഡാഷ് O ഡാഷ് അതുപോലെ 5 ഡാഷ് O ഡാഷ് ഇൻവിസിബിൾ, അതുപോലെ 4 ഡാഷ് O ഡാഷ് ഇൻവിസിബിൾ ആണ്. ഇൻവിസിബിൾ ആണ് കാരണം അത് എക്സ് വൈക്കും ആക്സിസിനും ഉള്ളിൽ കിടക്കുന്ന ലൈൻസ് ആണ്. ഇനി ഇതിന് പുറത്തുള്ള ആക്സിസിനും എക്സ് വൈക്കും പുറത്ത് കിടക്കുന്ന ലൈൻസ് എല്ലാം വിസിബിൾ ലൈൻസ് ആണ്. 2O അതിന് പുറത്താണ് അല്ലെ. 2O ആക്സിസിനും എക്സ് വൈക്കും പുറത്താണ്. സോ ആ എഡ്ജ് വിസിബിൾ എഡ്ജ് ആവും. ഇങ്ങനെയാണ് ഒരു ട്രിപ്പ്, ഒരു ടിപ്പാണ്. ആ ടിപ്പ് മനസ്സിലാക്കി വരച്ചു കഴിഞ്ഞാൽ ഈ വിസിബിൾ എഡ്ജസ് ഇൻവിസിബിൾ എഡ്ജസ് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു സോളിഡിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുമ്പോൾ ആദ്യം ബൗണ്ടറി ലൈൻസ് വരച്ചതിന് ശേഷം മാത്രമേ നേരത്തെ പറഞ്ഞ ടിപ്പ് ആലോചിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ബൗണ്ടറി ലൈൻസ് എപ്പോഴും വിസിബിൾ ആയിരിക്കും, അത് മനസ്സിലാക്കാം. ബൗണ്ടറി ലൈൻസ് വരച്ചതിന് ശേഷം മാത്രമേ ഉള്ളിൽ വരുന്ന ലൈൻസ്, ആ ബൗണ്ടറി ലൈൻസിന്റെ ഉള്ളിൽ വരുന്ന ലൈൻസ് വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നേരത്തെ പറഞ്ഞ ടിപ്പ് നമ്മൾ യൂസ് ചെയ്യാം. അതായത് ആക്സിസ് ആൻഡ് എക്സ് വൈ ഇതിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള ലൈൻസ്, ഇൻസൈഡ് ലൈൻസ് ഇൻവിസിബിൾ. ഈ ആക്സിസിനും എക്സ് വൈക്കും ഇൻസൈഡ് ആയിട്ടുള്ള ലൈൻസ് എല്ലാം ഇൻവിസിബിൾ ലൈൻസ് ആയിരിക്കും. മനസ്സിലായോ? ഔട്ട്സൈഡ് ലൈൻസ് ആക്സിനും എക്സ് വൈക്കും ഉള്ളിൽ വരുന്ന ലൈൻസ് എല്ലാം ഇൻവിസിബിൾ ലൈൻസും അതിന് പുറത്ത് വരുന്ന ലൈൻസ് എല്ലാം വിസിബിൾ ലൈൻസ് ആയിരിക്കും. അത് ബൗണ്ടറി ലൈൻസ് വരച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ടിപ്പ് നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ. അതിന് കൂടുതൽ പ്രോബ്ലംസ് ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാവും. താങ്ക് യു. ഇത്തരം കാര്യങ്ങളാണ് നമുക്കിപ്പോ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.